പറഞ്ഞത് നമ്മൾ പാരാമെട്രിക് മെത്തേഡിൽ നമ്മൾ എന്തൊക്കെ മെത്തേഡ് പഠിച്ചിരുന്നു? ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ അതിന്റെ മീൻ ടെസ്റ്റ് ചെയ്യാൻ മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? ടി ടെസ്റ്റും സെഡ് ടെസ്റ്റും ഒക്കെ, അതായത് സ്മോൾ സാമ്പിൾ ലാർജ് സാമ്പിൾ കേസ് ഒക്കെ പഠിച്ചിരുന്നു. അതേപോലെ രണ്ട് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ആ രണ്ട് പോപ്പുലേഷനുകളുടെ മീൻ that is mu1 equal to mu2 അത് നമ്മൾ എന്ത് ചെയ്തിരുന്നു? പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോ സപ്പോസ് നമുക്കിപ്പോ നമ്മുടെ എല്ലാ സിറ്റുവേഷനിലും ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് പോപ്പുലേഷൻ ആവണമെന്നില്ല, രണ്ടോ അതിൽ കൂടുതലോ പോപ്പുലേഷൻസ് വരാം. അപ്പൊ ആ പോപ്പുലേഷനുകളുടെ മീൻ എങ്ങനെയാണ് ഈക്വൽ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ് അനോവ. അപ്പൊ ഓർക്കുക, അനോവ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ടെസ്റ്റ് ദ മീൻസ് ഓഫ് സെവറൽ പോപ്പുലേഷൻ. രണ്ടിൽ കൂടുതൽ പോപ്പുലേഷൻസ് വരുമ്പോൾ അവയുടെ മീൻ ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അനോവ. അനോവയുടെ ഫുൾ ഫോം അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നാണ്. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട്, നമ്മൾ വേരിയൻസ് അനലൈസ് ചെയ്തുകൊണ്ട് പോപ്പുലേഷനുകളുടെ മീൻ ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് അനോവ. ഏതാണ് നമുക്ക് പേരിക്കോളൂ. ടെസ്റ്റിംഗ് മീൻസ് ഓഫ് സെവറൽ പോപ്പുലേഷൻസ്. Testing means of several populations. ബോർഡ് കാണുന്നില്ലേ? Testing means of several populations. ഇതില് നിങ്ങൾക്ക് ശരിക്കും ഈ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് 1 വേ ആയാലും 2 വേ ആയാലും അതിന്റെ ഡെറിവേഷൻ ഒക്കെ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. അതെങ്ങനെയാണ് ആ പ്രൊസീജിയർ വരുന്നത്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ സിലബസിൽ എന്താ വെച്ചാൽ നിങ്ങളുടെ പുതിയ സിലബസ് ആണ്, തൊട്ട് മുന്നത്തെ സിലബസ് വരെ അനോവയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്ലൈഡിൽ ഉണ്ടായിരുന്നു തോന്നുന്നു, പക്ഷെ ഉണ്ടെങ്കിൽ കൂടി വളരെ കുറച്ചേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്ക് സിലബസിൽ ജസ്റ്റ് എന്താണ് അനോവ എന്നും അതിന് എന്തൊക്കെ അസംഷൻസ് ആണ് അനോവ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നും അനോവ ടേബിൾ എന്താണെന്നും പ്രോബ്ലം ചെയ്യാനുമാണ് പഠിക്കാൻ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഡെറിവേഷൻ ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അനോവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ്, അതിന്റെ ഹൈപ്പോത്തസിസ് എന്താണ്, എന്തൊക്കെ അസംഷൻസ് ആണ് ഒരു അനോവ നമുക്കൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള അതും പ്രോബ്ലം ചെയ്യാനും മാത്രമേ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, എഴുതിക്കോളൂ താഴെ അനാലിസിസ് ഓഫ് വേരിയൻസ്. അനാലിസിസ് ഓഫ് വേരിയൻസ്, അതിന്റെ ബ്രാക്കറ്റില് അനോവ ANOVA ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം കേട്ടോ. It is a technique. It is a statistical technique. It is a statistical technique. It is a statistical technique which analyzes the variance of two or more comparable series of observations, two or more comparable series of observation for determining the significant difference
arithmetic means, and for determining whether different samples under study are drawn from same population or not. ശരിയോ? ഇവിടെ നമ്മൾ ഈ അനോവ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എഫ് ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? അനാലിസിസ് ഓഫ് വേരിയൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് എഫ് ടെസ്റ്റ് ആണ്. എഫ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എഫിനെ നമുക്ക് വേരിയൻസ് റേഷ്യോ ടെസ്റ്റ് എന്നുകൂടി പറയാം. രണ്ട് വേരിയൻസ്, അതായത് വേരിയൻസിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റേഷ്യോ ഓഫ് വേരിയൻസ് ആയിരുന്നു എഫ് സ്റ്റാറ്റിസ്റ്റിക്. അങ്ങനെ റേഷ്യോ ഓഫ് വേരിയൻസ് ടെസ്റ്റ് എന്ന് കൂടി എഫ് ടെസ്റ്റിന് നമ്മൾ പറയാറുണ്ട്. ഈ അനോവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടെക്നിക് ഡെവലപ്പ് ചെയ്തത് R.A. ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അതൊക്കെ ചിലപ്പോൾ അൺവേർഡ് ആയിട്ട് ചോദിക്കാം. ANOVA was developed by R.A. Fisher. ANOVA was developed by R.A. Fisher. Full stop. The statistical method used in ANOVA is F-test. The statistical method used in ANOVA is F-test. Full stop. F-test is also known as variance ratio test. അടുത്തത് ടെക്നിക്സ് ഓഫ് അനോവ, ടെക്നിക്സ് ഓഫ് അനാലിസിസ് ഓഫ് വേരിയൻസ്. അതിൽ ആദ്യത്തെ വൺ വേ ക്ലാസിഫിക്കേഷൻ. ഈ വൺ വേ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാനുള്ള കാരണം, നമ്മള് വൺ വേ ക്ലാസിഫിക്കേഷനിൽ ഒബ്സർവേഷൻസിന് അല്ലെങ്കിൽ നമ്മള് സാമ്പിൾസ് എടുക്കൂല. ആ സാമ്പിൾസ് എടുക്കുന്നത് ഒരു സിംഗിൾ ക്രൈറ്റീരിയന്റെ ബേസിസിലാണെങ്കിൽ അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ പറയുന്നതാണ് വൺ വേ ക്ലാസിഫിക്കേഷൻ. മനസ്സിലായോ? ഒബ്സർവേഷൻസ് ആർ ക്ലാസിഫൈഡ് into groups on the basis of a single criterion, then it is known as one way classification. For example പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു 5 പാഡി ഫീൽഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 5 നെല്ലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മള് ഈ നെല്ലിൽ നിന്ന് നമുക്ക് എത്ര വിളവ് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒബ്സർവേഷൻസ്.
മനസ്സിലായോ? അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തെടുക്കുന്നു? ഫെർട്ടിലൈസറുകളെ ഡിപ്പെൻഡ് ചെയ്ത് എടുത്തുകൊണ്ട്. ഇപ്പൊ 5 സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ 5 സ്ഥലത്തും 5 ഡിഫറെന്റ് ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മള് ഈ എന്താ പറയാ നെല്ലിന്റെ വിളവ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ 5 നമുക്ക് അവിടെ എന്തുണ്ട്? 5 പോപ്പുലേഷനിൽ ഉണ്ട്. 5 പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ 5 സാമ്പിൾസ് എടുക്കുന്നു. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിന് ഒരു സിംഗിൾ ക്രൈറ്റീരിയന്റെ ബേസിസിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ അതിനെ 1 വേ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മള് നമ്മുടെ എന്താ പറയാ ഒരു പെർട്ടിക്കുലർ ക്രോപ്പ്, ഇപ്പൊ നെല്ലെണ്ണ ആണെന്നില്ല ഏത് ക്രോപ്പ് ആവാം, അതിന്റെ ഈൽഡ് നമുക്കറിയണം. ബേസ്ഡ് ഓൺ ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതിന്റെ ബേസിസിൽ നമുക്ക് കിട്ടുന്ന ഈൽഡ് എത്രയാണെന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ഏത് ഫെർട്ടിലൈസർ യൂസ് ചെയ്താലും എല്ലാത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഈൽഡ് ഈക്വൽ ആണോ അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഫെർട്ടിലൈസർ ആണ് അവിടെ എന്ത് നമ്മുടെ വേരിയബിൾ. അത് മാറുന്നതിനനുസരിച്ച് ഫെർട്ടിലൈസർ മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻസ് മാറും. അപ്പൊ ആ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞുള്ള ഒരു ക്രൈറ്റീരിയന്റെ ബേസിസിലാണ് നമ്മൾ അവിടെ ഒബ്സർവേഷൻ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ സിംഗിൾ ക്രൈറ്റീരിയന്റെ ബേസിസിലാണ് നമ്മൾ ഒബ്സർവേഷൻസ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ പറയുന്നതാണ് നമ്മൾ 1 വേ ക്ലാസിഫിക്കേഷൻ. മനസ്സിലായോ? എഴുതൂ. In 1 way classification, observations are classified into groups. In 1 way classification, observations are classified into groups on the basis of a single criterion. For example, we want to study the yield of a crop. For example, we want to study the yield of a crop. First, we want to study the yield of a crop. First, this study can be made. This study can be made with respect to the effect of a variable. With respect to the effect of a variable. With respect to the effect of a variable called fertilizer. Here we apply different kinds of fertilizers. Here we apply different kind of fertilizers. Here we apply different kind of fertilizers in different paddy fields, and the yields are noted. And the yields are recorded. And the
the yields are recorded. Area. Ini requirements for one-way ANOVA. ഇതൊക്കെ ചിലപ്പോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാം. അസംഷൻസും റിക്വയർമെന്റ്സ് ഇല്ല. ഫസ്റ്റ് പോയിന്റ്, one-way ANOVA is a parametric procedure. One-way ANOVA is a parametric procedure. One-way ANOVA is a parametric procedure. Second one, it can compare 3 or more groups. And third one, groups must be independent. Groups must be independent. Groups must be independent. Next, assumptions on one-way ANOVA. Assumptions on one-way ANOVA. First one, the samples should be randomly selected. Second one, the dependent variable should be normally distributed. The dependent variable should be normally distributed. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിലെ ഒബ്സർവേഷൻസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സാമ്പിളിലെ പോപ്പുലേഷൻ നോർമൽ ആണെന്നുള്ള അസംപ്ഷൻ വേണം. Third one, observations are independent. Observations are independent. Variances of all independent groups are equal. Variance of all independent variables are equal. Area. Okay. ഇവിടെ ശ്രദ്ധിക്കാം. ഒരു സെക്കൻഡ്. നമ്മളിനി അനോവയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഹൈപ്പോത്തസിസിന് മുന്നേ നമ്മൾ അസ്യൂം ചെയ്യണം. നമ്മൾ പറഞ്ഞു ടെസ്റ്റിംഗ് സെവറൽ മീൻസ് ഓഫ് എ പോപ്പുലേഷൻ ആണ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തു നമുക്ക് k independent samples ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. സപ്പോസ് വി ഹാവ് k independent samples from k populations. അതിൽ ഓരോ സാമ്പിളിന്റെയും സൈസ് n1, n2, n3 etc. nk എന്ന് എടുത്തു. മനസ്സിലായോ? സപ്പോസ് വി ഹാവ് k independent sample of sizes n1, n2 etc. nk. ഇനി ഈ ഓരോ സാമ്പിൾ എടുത്തിട്ടുള്ള പോപ്പുലേഷന്റെയും മീനിനെ നമ്മൾ mu1, mu2, mu3 etc. μk എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്
H naught such that whether this mu1 equal to mu2 equal to mu3 equal to etc equal to mu k. ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ against എന്തായിരിക്കും? any one of ഏതെങ്കിലും ഒന്ന് ഈക്വൽ അല്ലാതായാൽ മതി. H1 such that any one of these means were not equal. ഏതെങ്കിലും ഒന്ന് ഈക്വൽ അല്ലാതായാൽ മതി. ഇപ്പൊ mu1 നോട്ട് ഈക്വൽ ടു mu2 ആണ്, അങ്ങനെ എടുക്കാം. അല്ല എല്ലാം അൺഈക്വൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന ഹൈപ്പോതെസിസ്. ഏതോ സപ്പോസ് we have k independent samples. Suppose we have k independent samples of sizes. Suppose we have k independent samples of sizes n1, n2, etc. nk. Suppose we have k independent samples of sizes n1, n2, etc. nk from k populations. The population means are denoted by mu1, mu2, mu3, etc. mu k. Then in one way ANOVA, we test the null hypothesis. H naught such that mu1 equal to mu2 equal to mu3 equal to etc equal to mu k against body എന്താണ് നോക്കിയത്. H1 such that any one of these means were not equal. എഴുതിയോ? താഴെ Now the table used for testing the above hypothesis. Now the table used for testing the above hypothesis is known as ANOVA table and is given below. ANOVA table. ഈ ANOVA table നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലെ ഓരോ ടേമും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അത്രേ ഉള്ളൂ. നമുക്ക് ശരിക്കും ഈ ANOVA ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ടെസ്റ്റിംഗ് പ്രൊസീജിയർ ഡിറൈവ് ചെയ്യും. നമുക്ക് കുറച്ച് ഡെറിവേഷൻ ഉണ്ട്, ഹൈപ്പോത്തസിസ് എഴുതിയിട്ട് ഡിറൈവ് ചെയ്യാനുണ്ട്. ആ ഡിറൈവ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളെ ഒരു ടേബിൾ ഫോമിൽ സമ്മറൈസ് ചെയ്യുന്നതാണ് ഈ ANOVA ടേബിൾ. പക്ഷെ നമുക്ക് ആ ഡെറിവേഷന്റെ ആവശ്യം നിങ്ങൾക്ക് പഠിക്കാനില്ല, സിലബസിൽ ഇല്ല. ജസ്റ്റ് ANOVA ടേബിൾ എന്താണെന്നും അതിലത്തെ ഓരോ ടേം എന്താണെന്നും പ്രോബ്ലം ചെയ്യാനേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡെറിവേഷൻ എടുക്കാത്തത്. അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾ ആണ് ANOVA ടേബിൾ.
ആ ടേബിൾ എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. വൺ വേ അനോവയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന അനോവ ടേബിൾ ഏതാണോ ആ ടേബിൾ പഠിച്ചു വെക്കുക. അത് യൂസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം ചെയ്യാനും പഠിക്കുക. അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ ടേബിൾ എഴുതിക്കോളൂ. ആദ്യം ഞാൻ എഴുതിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും എത്ര കോളം വേണമെന്നൊക്കെ. ഫസ്റ്റ് കോളം സോഴ്സ് ഓഫ് വേരിയേഷൻ, second one sum of squares, third column degrees of freedom, next mean sum of squares, then F, table F, inference. ഇൻഫറൻസ് അടുത്ത കോളം കേട്ടോ. ടേബിൾ എഫ് ഇങ്ങനെ സോഴ്സസ് ഓഫ് വേരിയേഷൻ, സം ഓഫ് സ്ക്വയേഴ്സ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, മീൻ സം ഓഫ് സ്ക്വയേഴ്സ്. ഇവിടെ വേരിയേഷൻ നമ്മൾ ഇവിടെ എടുക്കുന്നത് ബിറ്റ്വീൻ സാമ്പിൾ വേരിയേഷനും വിത്തിൻ സാമ്പിൾ വേരിയേഷനും. ബിറ്റ്വീൻ സാമ്പിൾസ്, വിത്തിൻ സാമ്പിൾസ് ആൻഡ് ടോട്ടൽ. ബിറ്റ്വീൻ സാമ്പിളിന്റെ സം ഓഫ് സ്ക്വയേഴ്സിനെ, ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ബിറ്റ്വീൻ സാമ്പിൾസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് SSC. അതുപോലെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വിത്തിൻ സാമ്പിൾസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് SSE. ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിനെ നമ്മൾ SST. ഇതില് SSCയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം K-1, ദിസ് ഈസ് N-K ആൻഡ് N-1. മെയിൻ സം ഓഫ് സ്ക്വയേഴ്സ്, മെയിൻ സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടാൻ ബിറ്റ്വീൻ സാമ്പിൾസിന്റെ മെയിൻ സം ഓഫ് സ്ക്വയേഴ്സിനെ നമുക്ക് MSC എന്ന് ഡിനോട്ട് ചെയ്യാം. മെയിൻ സം ഓഫ് സ്ക്വയേഴ്സ് അത് SSC/K-1. ഇവിടെ K-1 ആണ്. അതായത് സം ഓഫ് സ്ക്വയേഴ്സിനെ കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മെയിൻ സം ഓഫ് സ്ക്വയേഴ്സ്. MSCനെ നമുക്ക്, അതായത് മെയിൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വിത്തിൻ സാമ്പിൾസിന് SSC/N-K. Now F is the ratio of MSC/MSE. Table value കണ്ടുപിടിക്കുന്നത് F K-1, N-K, alpha. F K-1, N-K, alpha. കാരണം ന്യൂമറേറ്ററിൽ വരുന്നത് K-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഡിനോമിനേറ്ററിൽ N-K ആണ്. അതുകൊണ്ടാണ് F K-1, N-K, alpha പറയുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇൻഫറൻസിന്റെ അവിടെ അക്സെപ്റ്റ് ബാർ റിജക്ട്. ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. ഈ ടേബിൾ എഫിലാണ് ഈ ടേം വരേണ്ടത്. ഞാൻ എഴുതിയപ്പത്തിൽ അങ്ങോട്ട് പോയിന്നേ ഉള്ളൂ. ഇൻഫറൻസിന്റെ അവിടെ അക്സെപ്റ്റ് ബാർ റിജക്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. അതായിരിക്കും നമ്മുടെ ഇൻഫറൻസ്. ശ്രദ്ധിച്ചെഴുതണം, അനോവ ടേബിൾ തെറ്റിക്കരുത്. നമുക്കിപ്പോ വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസ് വെച്ചിട്ട് ഒന്നും എഴുതാൻ കിട്ടിയില്ലെങ്കിലും അനോവ ടേബിൾ മാത്രം എഴുതി വെച്ചാൽ കൂടി മാർക്കാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ടേബിളില് നിങ്ങൾക്ക് ക്ലിയർ ആവാതെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ. ടേബിൾ എഫിന്റെ താഴെ എഴുതേണ്ടത് ഞാൻ ഇവിടെ താഴത്തെ എഴുതാം. ടേബിൾ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ നോക്കി കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ്. അപ്പൊ എഫ് ടേബിൾ നോക്കണമെങ്കിൽ നമുക്ക് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ആൽഫയും വേണം അല്ലെ. ടേബിൾ അങ്ങനെയല്ലേ കിടക്കണം. എഫ് ടേബിൾ എന്ന് പറഞ്ഞാല് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ആൽഫയും ഉണ്ടെങ്കിൽ മാത്രമേ എഫ് ടേബിളിൽ നിന്ന് വാല്യൂ കിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് F K-1, രണ്ടാമത്തെ N-K, അത് കഴിഞ്ഞിട്ട് ആൽഫ. അതാ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കാണിച്ചു എന്ന് മാത്രം. ഈ വാല്യൂ ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ ടേം ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇൻഫറൻസിന്റെ താഴെ അക്സെപ്റ്റ് ബാർ റിജക്ട്. ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. അതാ ഉദ്ദേശിക്കുന്നത്.
വരച്ചോ തെറ്റാതെ അല്ലേ മിസ്സേ? കഴിഞ്ഞ പറയൂ കേട്ടോ. എഴുതിയോ? അപ്പൊ നമ്മളൊരു പ്രോബ്ലം കിട്ടിയാൽ ഈ ടേബിളിലുള്ള വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടേബിളിലുള്ള വാല്യൂസ് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടേബിൾ ഫോമിലാണ് ആൻസർ എഴുതേണ്ടത്. ഓക്കെ, അതിന്റെ താഴെ എഴുതാം. ഞാൻ പറഞ്ഞുതരാം അത് ഓരോ ടേമും എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞുതരാം. അതിന്റെ താഴെ എഴുതാം. ഫോർ കമ്പ്യൂട്ടിംഗ് main sum of squares between samples. For computing main sum of squares between samples. Main sum of squares between samples. അതിനെയാണ് നമ്മൾ എന്തായിട്ട് ഡിനോട്ട് ചെയ്തത്? MSC. and main sum of squares within samples. അതാണ് MSE. അത് രണ്ടുമാണ് നമുക്ക് അറിയേണ്ടത്. Following calculations are made. അതായത് നമ്മൾ താഴെ ഇനി പറയാൻ പോകുന്ന ടേമുകളൊക്കെ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് അനോവ ടേബിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് find t equal to find t പറയുന്നത് എന്താ? sum of all the observations in rows and columns. ഇതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെ ചെയ്യണം. ആദ്യം ടി കണ്ടുപിടിക്കുക. ടി എന്ന് പറയുന്നത് എന്താ? നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷൻസിനെയും ആഡ് ചെയ്യുക. അതാണ് ടി. സെക്കൻഡ്, calculate correction factor. Correction factor നമ്മൾ CF എന്ന് പറയാറുണ്ട്. correction factor equal to P square divided by N, where N is the total number of observations. ആദ്യം എല്ലാ ഒബ്സർവേഷൻസും കൂടി കൂട്ടിയിട്ട് എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ല, എല്ലാ ഒബ്സർവേഷൻസിന്റെയും സമ്മ് കണ്ടുപിടിച്ചിട്ട് അതിനെ സ്ക്വയർ ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് കറക്ഷൻ ഫാക്ടർ. ഇനി മൂന്നാമത്തെ SST എന്ന ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്. SST എന്ന് പറയുന്നത് എന്താ? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ്, ശ്രദ്ധിക്കണം ഓരോ ടേമും. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് ടി സ്ക്വയർ ബൈ എൻ. അതായത് മൈനസ് കറക്ഷൻ ഫാക്ടർ. അതാണ് SST. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ, തന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷനുകളെയും സ്ക്വയർ ചെയ്ത് സം ചെയ്യുക. അതിൽ നിന്ന് കറക്ഷൻ ഫാക്ടർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് SST. നാലാമത്തെ സ്റ്റെപ്പ് SSC എന്നത് ബിറ്റ്വീൻ സാമ്പിൾസ്. ബിറ്റ്വീൻ സാമ്പിൾ വേരിയേഷൻ കണ്ടുപിടിക്കാൻ SSC ഈക്വൽ ടു സമ്മേഷൻ
x1 square by n1 plus summation x2 square by n2 plus etc. plus summation xn square by nn. nn എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ nth സാമ്പിളിലെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മൈനസ് ടി സ്ക്വയർ ബൈ n where summation x1 comma summation x2 etc. are the column totals and n1 n2 etc. are the n1 n2 nanda and ni's nekkam appo general ayillo n1 n2 nanda and ni is the number of observations in ith sample summation x1 എന്ന് പറഞ്ഞാൽ എത്ര കോളംസ് തന്നിട്ടുണ്ടോ ആ കോളംസുകളെല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് summation x1 summation x2 etc. ആ ഓരോ സമ്മുകളെയും സ്ക്വയർ ചെയ്ത് ആ സാമ്പിളിൽ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ആ ഡിവൈഡ് ചെയ്തകൾ എല്ലാത്തിനും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് കറക്ഷൻ ഫാക്ടറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ കിട്ടുന്നതാണ് SSC. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ ഓരോന്നും എഴുതി വെക്കാം. എഴുതിയോ? എന്താ റൈസ് ചെയ്യാൻ എല്ലാവരുടെയും കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മളിപ്പോ SSC ആയി SST ആയി. അടുത്ത സ്റ്റെപ്പ് നാലാമത്തെ സ്റ്റെപ്പ് SSC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിൽ നിന്ന് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ് സബ്ട്രാക്ട് ചെയ്യാം. SSTയും SSCയും നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് SSC. ഇനി അടുത്തത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടാൻ ഈ SSC ബൈ n-k, then MSC കിട്ടാൻ SSE by ഇവിടെ n-1 k-1 ആണ്. MSC എന്ന് പറയുന്നത് SSC by k-1 and MSC എന്ന് പറയുന്നത് SSE by n-k. n-ഉം k ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് കാൽക്കുലേറ്റ് F equal to, ഇതാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മുടെ MSC by MSE. And last obtain the table value of capital F for k-1, n-k degrees of freedom and for alpha level of significance. If calculated F is less than table F, we accept H0, otherwise we reject H0. ടോട്ടല് സ്റ്റെപ്പ് അല്ലേ? ഇതിൽ 4ാമത്തെ സ്റ്റെപ്പ് അല്ലേ? 4
നാലാമത്തെ സ്റ്റെപ്പ് SSC കണ്ടുപിടിക്കണായിരുന്നില്ലേ? നമ്പർ ഓക്കെ കുഴപ്പമില്ല. ഞാൻ എറേസ് ചെയ്തപ്പോ എനിക്ക് അറിയില്ല ഏത് സ്റ്റെപ്പിലാണ് നിർത്തിയെന്ന് കൺഫ്യൂഷൻ ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 കേട്ടാ, 5 അങ്ങനെ മാറും. 7 8 ഞാൻ എറേസ് ചെയ്ത് വന്നപ്പോ എനിക്ക് എവിടെ നിർത്തിയെന്ന് അറിയുന്നില്ല. എഴുതിയോ? ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി ഇതിലെ ഓരോന്നും നമുക്കിപ്പോ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കി അറിയാൻ പറ്റും. ടി എന്ന് പറഞ്ഞ ടേം എന്താണ്? സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഇൻ റോസ് ആൻഡ് കോളംസ്. തന്നിരിക്കുന്ന നമുക്ക് ഒരു ഡാറ്റ തരും. ആ ഡാറ്റയിലെ എല്ലാ ഒബ്സർവേഷൻസും നമ്മൾ കൂട്ടുക, അപ്പൊ കിട്ടുന്നതാണ് ടി. ആ ടീനെ സ്ക്വയർ ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്ഷൻ ഫാക്ടർ കിട്ടും. അതാണ് ടി സ്ക്വയർ ബൈ എൻ. ഇനി SST കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് ടി സ്ക്വയർ ബൈ എൻ. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാല് എല്ലാ ഒബ്സർവേഷനുകളെയും സ്ക്വയർ ചെയ്ത് സം ചെയ്യുക. ഇത്തിരി ലെങ്തിയാണ്. നവ ടേബിളിന്റെ പ്രോബ്ലം ചെയ്യാൻ തന്നെ ഇത്തിരി സമയമുള്ളതാണ്. ഒരു അരമണിക്കൂറിന്റെ അടുത്തൊക്കെ വേണ്ടി വരും ഒരു പ്രോബ്ലം ചെയ്യാൻ. കൃത്യമായിട്ട് ഓരോ ടേം മനസ്സിലാക്കിയാൽ വേഗം ചെയ്യാം. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ, തന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷനെയും സ്ക്വയർ ചെയ്ത് സം ചെയ്യുക. അതിൽ നിന്ന് കറക്ഷൻ ഫാക്ടർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് SST. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് SSC. SSC എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ്. അതിന് വേണ്ടി നമുക്ക് ഡാറ്റ റോയും കോളും ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അതായത് ഒരു മെട്രിക്സ് ഫോമിലായിരിക്കും ഡാറ്റ തന്നിട്ടുണ്ടാവുക. അതിൽ എല്ലാ കോളത്തിന്റെയും ടോട്ടലുകൾ നമ്മൾ കണ്ടുപിടിക്കും. ഫസ്റ്റ് കോളത്തിന്റെ ടോട്ടലാണ് സമ്മേഷൻ x1. അതൊരു നൊട്ടേഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ C1 എടുക്കാം, C2 അങ്ങനെ C1 C2 എടുക്കാം. സമ്മേഷൻ C1 സമ്മേഷൻ C2 അങ്ങനെ എടുക്കാം, കുഴപ്പമില്ല. ഇതിൽ തന്നിരിക്കുന്ന നൊട്ടേഷൻ ഞാൻ യൂസ് ചെയ്തേ ഉള്ളൂ. സമ്മേഷൻ x1 എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. സമ്മേഷൻ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിന്റെ സമ്മാണ്. സമ്മേഷൻ x2 എന്ന് പറയുന്നത് സെക്കൻഡ് കോളത്തിന്റെ സമ്മാണ്. അങ്ങനെ ഓരോ കോളങ്ങളെയും സം ചെയ്തതിനു ശേഷം ഓരോ കോളത്തിനെയും സ്ക്വയർ ചെയ്തിട്ട് ആ കോളത്തിൽ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള എല്ലാത്തിനെയും കൂടി സം ചെയ്തിട്ട് ആ സമ്മിനെ കറക്ഷൻ ഫാക്ടർ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് SSC. ഇനി നമുക്ക് SSC എന്ന് പറയാൻ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിൽ നിന്ന് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ സാമ്പിൾസ് കിട്ടും. അതായത് ഇവിടെ എത്രയേ ഉള്ളൂ? ടോട്ടൽ വേരിയേഷന് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എന്താ നോക്കുന്നത്? നമ്മൾ എടുക്കുന്ന എല്ലാ സാമ്പിളുകളുടെയും മീൻ ഈക്വൽ ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? അത് വേരിയൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടോട്ടൽ വേരിയേഷനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ബിറ്റ്വീൻ സാമ്പിളുകളുടെ ഉള്ളിലുള്ള വേരിയേഷൻ ആയിട്ടും സാമ്പിളുകൾ തമ്മിലുള്ള വേരിയേഷൻ ആയിട്ടും ഡിവൈഡ് ചെയ്തു. മനസ്സിലായോ? നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ വരുന്ന ടോട്ടൽ വേരിയേഷനെ നമ്മൾ എങ്ങനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു? സാമ്പിളുകൾ, കാരണം 2ൽ കൂടുതൽ സാമ്പിൾസ് ഉള്ളത് കൊണ്ട് ബിറ്റ്വീൻ സാമ്പിൾസ് വേരിയേഷൻ ആയിട്ടും പിന്നെ സാമ്പിളുകളുടെ ഉള്ളിലുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്, അപ്പൊ അവയ്ക്ക് തമ്മിലൊരു വേരിയേഷൻ ഉണ്ടാവും. വിത്തിൻ സാമ്പിൾ വേരിയേഷൻ, അങ്ങനെ 2 വേരിയേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ടോട്ടൽ വേരിയേഷനെ. മനസ്സിലായോ? അപ്പൊ നമുക്കിപ്പോ ടോട്ടൽ വേരിയേഷനും അറിയാം, ബിറ്റ്വീൻ സാമ്പിൾ വേരിയേഷനും അറിയാം, അതിന്റെ സം ഓഫ് സ്ക്വയേഴ്സും അറിയാം. അപ്പൊ വിത്തിൻ സാമ്പിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിൽ നിന്ന് ബിറ്റ്വീൻ സാമ്പിൾ സം ഓഫ് സ്ക്വയേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ വിത്തിൻ സാമ്പിൾ സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടും. അതാണ് അങ്ങനെ കിട്ടാനുള്ള കാരണം. മനസ്സിലായോ? ഓരോന്നിന്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒക്കെ നമുക്കറിയാം. അപ്പൊ ഓരോ കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മെയിൻ സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടും. അതിൽ നിന്ന് F സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ F റേഷ്യോ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് F ടേബിൾ വാല്യൂവിനെയും കാട്ടിലും ചെറുതാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. മനസ്സിലായോ? ഓക്കെ. പിന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം നമുക്ക് നാളെ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ കുറച്ച് സമയം പിടിക്കും. അപ്പൊ നമുക്ക് നാളെ ഇതേ സമയത്ത് തന്നെ വയ്ക്കാം, 5 മണിക്ക്. കുഴപ്പമില്ലല്ലോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയാ, ഇപ്പൊ നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുക, അതിന്റെ അസംഷൻസ് എന്തൊക്കെയാണ്, എന്താണ് ഹൈപ്പോത്തസിസ്, എങ്ങനെയാണ് മെത്തേഡ്, അനോവ ടേബിൾ എങ്ങനെയാണ്, അതിൽ ഓരോ ടേംസും എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ എന്നാൽ നമുക്ക് നാളെ പ്രോബ്ലം ചെയ്യുമ്പോൾ വേഗം ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മിസ്സേ. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് നാളെ കാണാം.